നല്ല കാന്താരി മുളകും കുരുമുളകും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മസാലയിലിട്ട് ഉണ്ടാക്കിയ ബീഫ് കറിയിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചാലുള്ള സ്വാദ് ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പി ആട്ടോ ഇത്. ഒരു മസ്റ്റ് ട്രൈ കറി ആട്ടോ ഇത്. അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും, ഒരിക്കലും നഷ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു 10-12 വലിയ ഉള്ളി എടുക്കുക, ചെറിയ ഉള്ളി എടുക്കുക, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക, കാന്താരി മുളക് എടുക്കുമ്പോൾ ഒരു 10-12 എണ്ണം എടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ നിറയെ പൊടിക്കാത്ത കുരുമുളക് എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരുമിച്ച് ഇട്ടാൽ മതി കേട്ടോ, ഞാനത് മറന്നുപോയതുകൊണ്ടാണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടത് കേട്ടോ. ഇനി ചട്ടി വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം. സവാള നന്നായിട്ട് മൊരിയണം കേട്ടോ, അതുവരെ നമുക്ക് അടച്ച് വെച്ച് മൊരിയിച്ചെടുക്കാം കേട്ടോ. അതാ ഈ ഒരു പാകം വരെ. അതുപോലെ ഞാൻ 1/2 കിലോ ബീഫാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ ബീഫ് ഞാൻ ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചും വെച്ചിട്ടുണ്ട്. സവാള നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അതായത് മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ, ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണം പോകും വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാല ഉണ്ടല്ലോ, കാന്താരി കുരുമുളക് മസാല, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴിച്ചാൽ കേട്ടോ. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ ആ പച്ചച്ചൊവ്വ പോകണം കേട്ടോ. അതുപോലെ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിലൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്തായാലും നമ്മളിത് ഒരു 5 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ ആ മസാലയൊക്കെ ആ ബീഫിലോട്ട് പിടിക്കുകയുള്ളൂ. അടച്ച് വെച്ച് വേവിക്കാം. ഈ പാകത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിന് കുറുകി വന്നതിന് ശേഷം ഞാനിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുറി നാളികേരം ചിരകിയതിൻ്റെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. ഇനി അത് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഇനി ഇറക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും അതുപോലെ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ആ കാന്താരി മുളകിൻ്റെ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ നമുക്ക് പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ളതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാട്ടോ. താങ്ക്